വാവ്, സൂപ്പർ. ഗ്രേറ്റ്. ഗ്രേറ്റ്. അത് നമ്മളെടുത്ത എഫേർട്ട് അതിൽ കാണാനുണ്ട്. നമ്മൾ പഠിച്ചതിൻ്റെയും അതിൽ വർക്ക് ചെയ്തതിൻ്റെയും. എത്ര സമയം എടുത്തു കംപ്ലീറ്റ് ആക്കാൻ? 2 വീക്സ് എടുത്തു. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 5-ാമത്തെ മാസമാണ് ഞാൻ ഈ ഇത് വരയ്ക്കുന്നത്, നമ്മുടെ ഹോഴ്സ് വരയ്ക്കുന്നത്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്കത് വരച്ചപ്പോൾ ഉണ്ടായത്. ആ സമയത്താണല്ലോ എനിക്ക് കണ്ണിനൊരു ഇഞ്ചുറി പറ്റിയായിരുന്നു. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നന്നായിട്ട് ഞാൻ അത് കഷ്ടപ്പെട്ടാണ് അത് അത്രയും ഒപ്പിച്ചത്. 6 മാസം ആർട്ട് പഠിച്ച് വീണ്ടും ഒരു 2 ആഴ്ച കൂടി എടുത്ത് മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആക്കി. ഗ്രേറ്റ്. അതെ. നന്നായിട്ട് കോൺഫിഡൻസ് കുറവ് പെൻസിൽ ഡ്രോയിങ്ങിലായിരുന്നു. പക്ഷെ അത് സാറിൻ്റെ അടുത്ത് വന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ തോന്നിയത് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനോടാണെന്ന് പറയാം. മനസ്സിന് സന്തോഷം വേണ്ടി. കാരണം ഫെബ്രുവരിയിൽ എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഒരു നമുക്ക് മനസ്സിന് സന്തോഷമായിരുന്ന എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി, അതായത് ഇതുപോലെ പാട്ട് പഠിക്കുക, ഡാൻസ്, ആർട്ട്. അപ്പൊ ആർട്ടിലോട്ട് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് കാരണം വാട്സപ്പില്, ഞാൻ സാറിന്റെ വാട്സപ്പിലല്ല ഫേസ്ബുക്കിൽ ഇത് കണ്ടു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ജോലി അത് ഞാൻ പറഞ്ഞതാണ്, വിചാരിച്ച ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം. പക്ഷേ അതുപോലെയല്ല സാറിന്റെ ക്ലാസ് സൺഡേ മീറ്റിംഗ്. അതിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഇപ്പൊ നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമുക്കുള്ള സംശയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കുമ്പോൾ നമുക്കത് ടീച്ചർ അത് ക്ലാരിഫൈ ചെയ്ത് തരും. അപ്പൊ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അപ്പൊ നമുക്കത് കൂടുതൽ പ്രയോഗിക്കാൻ പറ്റും. നല്ല ക്ലാസ്സാണ് അത്. എങ്ങനെ പറയണം, നമ്മള് ചുമ്മാ നമ്മുടെ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, അതും കൂടി അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ വളരാൻ പറ്റും, കുറച്ചുകൂടെ പ്രയോഗിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം ഫസ്റ്റ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അതില് അവരുടെ ഓരോ കമന്റ്, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും വരച്ചിടുമ്പോൾ ഇതും അവര് വരയ്ക്കുമ്പോൾ നമുക്കും വരയ്ക്കണമല്ലോ എന്ന് തോന്നും, പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് തോന്നും. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് ആർട്ടിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന, കോൺഫിഡൻസോടും നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ബിന്ദു മാം ഉണ്ട്. സോ മാമിനെ ആദ്യമായിട്ട് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് കൺഗ്രാജുലേഷൻസ്, കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം നമുക്ക് പരിചയപ്പെടാം. ഒരു ബാക്ക്ഗ്രൗണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു. താങ്ക് യു സാർ. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഇപ്പോൾ യുഎഇയിൽ അബുദാബിയിലാണ്. ഇവിടെ എൻ്റെ ഫാമിലിയോടൊപ്പം, ഫാമിലിയിലെ ഹസ്ബൻഡ്, 2 മക്കള്, 2 കുട്ടികളാണ് എനിക്ക്. ഫസ്റ്റ് വൺ മോനാണ്, അവൻ +2 പഠിക്കുന്നു. രണ്ടാമത്തെ ആളെ മോളാണ്, 9th ഗ്രേഡിൽ പഠിക്കുന്നു. നാട്ടില് ഞാൻ തിരുവനന്തപുരം കിളിമാനൂരാണ്. ഞങ്ങളവിടെ ബിസിനസ് ചെയ്യുവാണ്, എലിവേറ്റർ എസ്കലേറ്റർ കമ്പനി. പിന്നെ കൂടാതെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. MSc B.Ed ആണ്. അപ്പോൾ അതിന്റെ കൂടെ ഒപ്പം ട്യൂഷൻ എടുക്കുന്നുണ്ട്, മാത്സിന് ട്യൂഷൻ എടുക്കും. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ മുൻപ് ഡ്രോയിങ്ങിലേക്ക് എങ്ങനെ വരുന്നത്? മുൻപ് ഡ്രോയിങ് പഠിച്ചിരുന്നോ? ഇല്ല, പഠിച്ചിട്ടില്ല, ഒട്ടും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി മോള് 2nd ഗ്രേഡ് ആയപ്പോഴത്തേക്ക് അവിടെ മോളുടെ ടീച്ചർ ശോഭാമ്മ, ഞാൻ മോൾക്ക് ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ടീച്ചർ കണ്ടറിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ മൈ ഐഡന്റിറ്റി, യുഎഇയുടെ മൈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സ്കൂളുകളിൽ ഓരോ വർഷവും എക്സിബിഷൻസ് നടത്താറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് മാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ സ്കൂളിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-25ഓളം പെയിന്റിങ് നടത്തിയിട്ടുണ്ട്. അല്ല, ഒട്ടും പഠിച്ചിട്ടില്ല. ഞാൻ സാറിന്റെ അടുത്താണ് ഫസ്റ്റ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മുൻപ് പഠിക്കാതെ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന കുറേ പേര് യൂട്യൂബൊക്കെ കണ്ട് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, സ്വന്തമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. സോ മുൻപ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അത്തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നേരിട്ടുകൊണ്ടിരുന്നതെന്ന് പറയാമോ? ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിൽ നോക്കി വരച്ചിട്ടുണ്ട്. വരച്ചിട്ടുണ്ട്. ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാല് ഞാൻ അത് വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം, അപ്പൊ അത് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നില്ല. നമ്മളൊരു പിക്ചർ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പെൻസിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെൻസിൽ ഡ്രോയിങ് എനിക്ക് അന്നേരം ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് അത്ര, കാരണം സാർ പറയുന്നത് അത് ലൈൻ കൊണ്ടുള്ള കളിയാണ്. അപ്പൊ നമുക്ക് ലൈൻ കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ആ ഷേപ്പ് വരത്തില്ല.
അതെ. അപ്പൊ അതൊരു നല്ല രീതിയിൽ എനിക്കതൊരു പിക്ചറാണ് എന്ന് ഞാൻ ഇതാണ് വരച്ചത് എന്ന് പറഞ്ഞാലും അതിലൊരു ലൈൻ മാറുമ്പോൾ അതിന് കാണുന്നവർക്ക് അത് അതായിട്ട് തോന്നില്ല. പക്ഷെ ഉം. അതേസമയം ഒരു പെയിന്റിംഗ് ആകുമ്പോൾ എനിക്കതൊരു പെയിന്റിങ്ങിൽ എനിക്കത് മിസ്റ്റേക്ക് വരുത്തിയാലും ഞാൻ അത് ഫ്ലവർ ആണെങ്കിൽ അത് ഫ്ലവർ ആക്കി മാറ്റാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ഉം. എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് മനസ്സിൽ. അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പഠിക്കാതെ തന്നെ അത് ഞാൻ പെയിന്റിംഗ് ഒന്നും ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പെയിന്റിംഗ് ചെയ്തിട്ടില്ല, 7 വർഷം മുന്നുള്ള കാര്യമാണ് അത്. ഉം. പെയിന്റിംഗ് ചെയ്ത് ഞാൻ ഒരാൾക്ക് കാണിക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ പഠിക്കാതെ അത് വരയ്ക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഉം. എനിക്കുണ്ടായത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഡിഫിക്കൽട്ടീസ് പെൻസിൽ ഡ്രോയിങ്ങിലായിരുന്നു കോൺഫിഡൻസ് കുറവ് അല്ലേ? അതെ, നന്നായിട്ട് കോൺഫിഡൻസ് കുറവ് പെൻസിൽ ഡ്രോയിങ്ങിലായിരുന്നു. പക്ഷെ അത് സാറിൻ്റെ അടുത്ത് വന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ തോന്നിയത് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനോടാണെന്ന് പറയാം. എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ തീരുമാനിച്ചു, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു? തീരുമാനിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് വരച്ചു നോക്കാന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് മനസ്സിന് സന്തോഷം വേണ്ടി, കാരണം ഫെബ്രുവരിയിൽ എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഒരു നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി, അതായത് ഇതുപോലെ പാട്ട് പഠിക്കുക, ഡാൻസ്, ആർട്ട്. അപ്പൊ ആർട്ടിലോട്ട് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് കാരണം വാട്സപ്പില്, ഞാൻ സാറിന്റെ വാട്സപ്പിലല്ല ഫേസ്ബുക്കിൽ ഇത് കണ്ടു, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. നമ്മളിപ്പോൾ ഡ്രോയിങ് ഇടയ്ക്ക് വെച്ച് നിർത്തി എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട അതിൻ്റെ ഇടയിൽ എത്ര വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 6 വർഷം, 5-6 വർഷം 6 വർഷം ഉണ്ടാവും. ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വരച്ചിട്ടില്ല? വരച്ചിട്ടില്ല. ഓ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്ത്? ഇപ്പൊ 6 വർഷം കുറെ പേര് അത് എനിക്ക് അറിയാം. വരയ്ക്കാത്തതിന് കാരണം കുട്ടികൾ വലുതായി. അപ്പൊ സ്കൂളിൽ ഉം. തനിയെ അവര് വർക്ക് ചെയ്യാനായി. അപ്പൊ ഉം. അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പൊ ഉം. എനിക്ക് വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ 2 വർഷത്തെ കഴിഞ്ഞപ്പോൾ സ്കൂളുകളിലേക്ക് അങ്ങനെ കാരണം ഞാൻ 2 വർഷം ചെയ്തിട്ടും അടുത്ത വർഷം സെയിം UE ഐഡന്റിറ്റി ആണ്. അപ്പൊ ഈ വരച്ചത് തന്നെ വരയ്ക്കാനുള്ളൂ. അപ്പൊ ഉം. ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തില്ല. ഉം. അതുകൊണ്ട് വരച്ചില്ല. ഈ 6 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് സ്വന്തമായിട്ട്, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, മാം പറഞ്ഞല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ ഒക്കെ വരച്ചു കൊടുക്കുന്നത്, പക്ഷേ അതെ, 6 വർഷത്തിന് ശേഷം എന്തുകൊണ്ടാ സ്വന്തമായിട്ട് എനിക്ക് പഠിക്കണമെന്ന് ഡിസിഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു ഒരു മേജർ റീസൺ എന്തായിരുന്നു? മേജർ റീസൺ എനിക്കറിയാം കുറച്ചെങ്കിലും വരയ്ക്കാൻ കഴിയുമെന്ന്. ഉം. അപ്പൊ ആ, അത് കുറച്ച് അടിസ്ഥാനപരമായി സാറ് പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ പഠിക്കാമെന്നുള്ളത്. ഉം. അപ്പൊ ഓൺലൈൻ, ഞാൻ വിചാരിച്ചിരുന്ന ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് കിട്ടുന്ന അവസരത്തില് നമുക്കത് ഉപയോഗിച്ച് പഠിക്കാം ഉം. എന്നായി. പിന്നെ ഇപ്പൊ കുട്ടികൾ വലുതായി കഴിഞ്ഞു. അപ്പൊ അവരുടെ കാര്യങ്ങൾ അവർ സ്വയം നോക്കാറായി. അപ്പൊ എനിക്ക് ടൈം കിട്ടും കുറച്ചുകൂടി. അതായത് അവരുടെ ടൈം നോക്കുന്ന സമയം എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് എന്റേതായ രീതിയിൽ ഈ കഴിവ് ഒന്ന് വലുതാക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നും. ഉം. അങ്ങനെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ജോലി അത് ഞാൻ പറഞ്ഞതാണ്, വിചാരിച്ച ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാമെന്ന്. പക്ഷേ അതുപോലെയല്ല സാറിന്റെ ക്ലാസ് സൺഡേ മീറ്റിംഗ്, അതിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഇപ്പൊ നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമുക്കുള്ള സംശയങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കുമ്പോൾ നമുക്കത് സാർ അത് ക്ലാരിഫൈ ചെയ്ത് തരും. അപ്പൊ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അപ്പൊ നമുക്കത് കൂടുതൽ പ്രയോഗിക്കാൻ പറ്റും. ഉം. നല്ല ക്ലാസ്സാണ് അത്. എങ്ങനെ പറയണം, നമ്മള് ചുമ്മാ നമ്മുടെ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, അതും കൂടി അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ വളരാൻ പറ്റും, ഉം. കുറച്ചുകൂടെ പ്രയോഗിക്കാൻ പറ്റും. ഞാൻ കുറേ മീറ്റിങ്ങിൽ കയറും മുമ്പേ മാമിൻ്റെ ചിത്രങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പം ഞെട്ടിപ്പോയൊരു കാര്യം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് കാണിച്ചു തരാം, ഇപ്പം തന്നെ കാണിച്ചു തരാം. പിന്നെ ഞെട്ടിച്ചൊരു കാര്യം, വന്ന സമയത്ത് ദേ ഈ ഒരു ലെവലിലൊക്കെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. അതെ, പക്ഷേ ഫസ്റ്റ് ഞാൻ ലാസ്റ്റ് വരച്ചത് ഇതാണ്. ഫസ്റ്റ് ഇതാണ് വരച്ചത്, പതിയെ 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 പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. പക്ഷേ ഇതിൻ്റെ ഒരു മേജർ ട്രാൻസിഷൻ വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആ മാസ്റ്റർ പീസ് ചെയ്തപ്പോഴാണ്. ഇവിടെയൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്, ഷെയ്ഡിംഗ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്, ഷേപ്പുകൾ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷേ മാസ്റ്റർ പീസിലോട്ട് വന്ന സമയത്ത് ഞെട്ടിക്കുന്നൊരു ഡെവലപ്മെൻ്റ് ആണ് അവിടെ സംഭവിച്ചത്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആർട്ട് വർക്ക് തന്നെ, അതും നമ്മളെടുത്ത റെഫറൻസ് പിക്ചർ അത്ര ഈസി അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം അതേപോലെ തന്നെ നോക്കി മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പം അതെ, ഈ ഒരു പോയിന്റിലോട്ട് എത്തുക എന്ന് പറയുന്നത് നല്ലൊരു ജേണി തന്നെയാണ്. കൂടാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നോക്കിയാണ് ചെയ്തിരിക്കുന്നത്.
എനിക്ക് ചോദിക്കാനുള്ളതേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത കാര്യം എന്താ മാമിൻ്റെ ആർട്ട് വർക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം ഉം. ഫസ്റ്റ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അതില് അവരുടെ ഓരോ കമന്റ്, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും വരച്ചിടുമ്പോൾ ഇതും അവര് വരയ്ക്കുമ്പോൾ നമുക്കും വരയ്ക്കണമല്ലോ എന്ന് തോന്നും, ഉം. പ്രാക്ടീസ് ചെയ്യണമല്ലോ എന്ന് തോന്നും. അത് ഫസ്റ്റ് അതാണ്, സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സാറിന്റെ DMM, ഡ്രോയിങ് മാസ്റ്ററി മാരത്തോൺ, ഉം. വളരെ 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 ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്കത്. കാരണം ഞാൻ ജോയിൻ ചെയ്തത് ജൂണിലാണ്, സാർ ജൂലൈയിലാണ് ഡ്രോയിങ് മാസ്റ്ററി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഞാൻ റെക്കോർഡ് ക്ലാസ് തൊട്ട് സിമിട്രിയിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഉം. എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് അത് നോക്കാനുള്ള സമയമില്ല. കാരണം സാർ പറയുന്ന ദിവസവും റെക്കോർഡിങ് സമയം നമ്മൾ രാവിലെ കേൾക്കണമല്ലോ, റെക്കോർഡിങ് കേട്ടിട്ട് അത് വരയ്ക്കാനുള്ള ആ ഒരു ചാപ്റ്റർ നോക്കണം. അപ്പൊ എനിക്ക് അത് കിട്ടുന്ന സമയം ഞാൻ അത് നോക്കും, അത് നോക്കിയിട്ട് അത് വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. അപ്പൊ ആദ്യമെല്ലാം ഞാനും വിചാരിച്ചത് എനിക്കും ഇത്രയങ്ങ് വരയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കോൺഫിഡൻറ്റോട് കൂടി വരയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ ഫസ്റ്റ് പാർട്ട് എനിക്ക് നന്നായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ആദ്യം ഞാൻ വരച്ചത് എനിക്ക് തോന്നുന്നു വരച്ചത് ഒരു ടൈഗറെയാണ്, ഉം. അനിമൽസ് ആയതുകൊണ്ട് ടൈഗറാണ്. അതും എനിക്ക് നന്നായി എന്റെ ആ ലെവലിൽ എനിക്ക് അത്രേ പറ്റുള്ളൂ, ഞാൻ അത് വരച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡ്രോയിങ് മാസ്റ്റർമാർക്ക് വന്നത്. ഉം. അപ്പൊ അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ മാസമാണ് ഞാൻ ഈ ഇത് വരയ്ക്കുന്നത്, നമ്മുടെ ഹോഴ്സ് വരയ്ക്കുന്നത്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്കത് വരച്ചപ്പോൾ ഉണ്ടായത്. ആ സമയത്താണെങ്കിൽ എനിക്ക് കണ്ണിനൊരു ഇഞ്ചുറി പറ്റിയായിരുന്നു. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നന്നായിട്ട് ഞാൻ അത് കഷ്ടപ്പെട്ടാണ് അത് അത്രയും ഒപ്പിച്ചത്. ഓ, കണ്ണിനെന്ത് പറ്റിയതാ? കണ്ണിന് അത് നമ്മുടെ കമ്പനിയുടെ തന്നെ ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ റോളപ്പ് വീണത്, ഓ. കണ്ണിൽ റോളപ്പ് വീണു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, അത് ഒരു മാസം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോ ഓക്കെ. ഇപ്പൊ 5 മാസം കൊണ്ടാണ് നമുക്ക് റിസൾട്ട് വന്നത് അല്ലേ? അതെ അതെ, ആ കോൺഫിഡൻസ് ആ 5 മാസം കൊണ്ടാണ് എനിക്ക് മാസ്റ്റർ പീസ് വരയ്ക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. ഈ 2ാമത്തെ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ചെയ്തപ്പോഴാണ്. അതുപോലെ തന്നെ അത് സാറ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് സാറ് പറഞ്ഞല്ലോ വരച്ചേ പറ്റുള്ളൂ, നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അതെ. അപ്പൊ ആ ലെവലിലോട്ട് ആകുമ്പോൾ നമ്മൾ ചെയ്യണം എന്നാകുമ്പോ നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ ആ 5 മാസത്തെ അത് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ 5 മാസത്തെ ക്ലാസ് കൊണ്ടും നമ്മുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. അതുപോലെ ആ സമയത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, ഉം. ജയശ്രീ മാം ആയിരുന്നു ലീഡർ. ആ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് കംപ്ലീറ്റ് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ പോർഷനും സാർ പറയുന്ന അനുസരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവർ പറഞ്ഞുതരും, നല്ല പോസിറ്റീവ് വേയിൽ. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റും എന്ന് ഈ ഹോഴ്സ് വരച്ചു തീർന്നപ്പോൾ മനസ്സിലായി. നമ്മുടെ ക്ലാസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ചിത്രം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുമായിരുന്നോ? ശ്രമിക്കില്ല, ഒരിക്കലും ഇല്ല. ഉം. കാരണം ഞാൻ പെയിന്റിങ് മാത്രമേ നോക്കുള്ളായിരുന്നു. ഉം. മനസ്സിലായി. അപ്പൊ മെയിനായിട്ടും ഇത് വരയ്ക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയെന്നുള്ളതും മെത്തേഡ് പഠിച്ചു അതിന്റെ ഫുൾ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ് വ്യത്യാസം വന്നത് അല്ലേ? ഉറപ്പായിട്ടും. യെസ്. മക്കൾക്ക് എന്ത് പറയുന്നു വരയ്ക്കുന്നത് കണ്ടിട്ട്? ഇപ്പൊ നല്ല സപ്പോർട്ടാണ് വരയ്ക്കുന്നത്. ഈ ഹോഴ്സ് വരച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പിന്നെ അത് പഠിക്കുന്നില്ലേ, ക്ലാസ്സിന് കയറുന്നില്ലേ എന്നാണ് ചോദ്യം. വരച്ച ചിത്രങ്ങൾ അതിന് എന്തെങ്കിലും കാരണം കയ്യിലുണ്ടോ? എന്താ അതെ, വരച്ച അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ചിത്രങ്ങള് ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോയി. അത് ഞാൻ സെല് ചെയ്തതല്ല, പൈസക്കല്ല, അല്ലാതെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോയി ഞാൻ കൊടുത്തു. അധികമൊന്നും എന്റെ കയ്യിലില്ല. ഇതൊരെണ്ണം എനിക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അത് മുന്നേ വരച്ചതാണ്. ഇവിടുത്തെ ഒരു ഡാൻസ് ഫോമാണ് ഇത്. പിന്നെ ഇത് ബാക്കിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കയറിയിട്ട് വരച്ചതെല്ലാം ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് വരച്ചത് കാണിച്ചോ? ലേറ്റസ്റ്റ് ഞാൻ ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ കഴിഞ്ഞിട്ട് അധികമൊന്നും വരച്ചിട്ടില്ല. കാരണം റെസ്റ്റും പിന്നെ എക്സ്ക്യൂസ് പറയുന്നത് അത്ര നല്ലതല്ല. എന്നാലും ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനും പിന്നെ ഇയർ എൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വർക്കിന്റെ ലോഡ് ഉള്ളത് കൊണ്ടും എക്സാംസ് വരുന്നതുകൊണ്ടും ഈ ലാസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. അതായത് ഡിസംബർ, ജനുവരി
നോക്കിയിട്ടില്ല. ബാക്കി ഇപ്പൊ ലാസ്റ്റ് വെച്ചിരിക്കുന്ന ഒരു സാർ ക്ലാസ്സിൽ വരയ്ക്കാൻ പറഞ്ഞത് വരച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാസ്റ്റർ പീസ് കയ്യിലുണ്ടോ നേരത്തെ കാണിച്ച? ഉണ്ട് ഉണ്ട് ഉണ്ട്. മാസ്റ്റർ പീസ് കയ്യിൽ. മാസ്റ്റർ പീസിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. പറഞ്ഞു. വാവ്, സൂപ്പർ, ഗ്രേറ്റ് ഗ്രേറ്റ്. അത് നമ്മളെടുത്ത എഫേർട്ട് അതിൽ കാണാനുണ്ട്, നമ്മൾ പഠിച്ചതിൻ്റെയും അതിൽ വർക്ക് ചെയ്തതിൻ്റെയും. എത്ര സമയം എടുത്തു കംപ്ലീറ്റ് ആക്കാൻ? ഇത് 2 weeks എടുത്തു. ഉം. 2 weeks ഞാൻ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 weeks കണ്ടിന്യൂസ് ഇരുന്നായിരുന്നു. അതും ചാർക്കോൾ പെയിന്റിംഗ് ആണ്. അപ്പോൾ സാറ് പറഞ്ഞു ചാർക്കോൾ പെയിന്റിംഗ്, ചാർക്കോൾ ഡ്രോയിങ് ആണ്. അപ്പോൾ ചാർക്കോൾ ഡ്രോയിങ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ സാർ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സെർച്ച് ആൻഡ് സ്റ്റഡി എന്ന്. അങ്ങനെ അതും നോക്കി പഠിച്ച് യൂട്യൂബൊക്കെ നോക്കി ഒക്കെയാണ് അത് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് റബ്ബ് ചെയ്ത് ചാർക്കോൾ ഉപയോഗിക്കുമ്പോൾ അധികം റബ്ബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അത് 2-3 പ്രാവശ്യം വേറെ വരച്ചിട്ടാണ് കാണാം. ഇത് വേറൊരു പേപ്പറിലൊക്കെ ട്രൈ ചെയ്തു ഒരുപാട്. ഇത് ട്രൈ ചെയ്തു, നെക്സ്റ്റ് ട്രൈ ചെയ്തു, അത് ഔട്ട്ലൈൻ ഇട്ടു, അത് കഴിഞ്ഞ് വീണ്ടും വരച്ചതാണ് ഇത്. ഒരുപാട് ട്രൈ ചെയ്തതിനു ശേഷമാണ് ഞാൻ റിസൾട്ടിലോട്ട് എത്തിയത്. പക്ഷെ ഭയങ്കര സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. 6 മാസം ആർട്ട് പഠിച്ച് വീണ്ടും ഒരു 2 ആഴ്ച കൂടി എടുത്ത് മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പോർട്രേറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ആർട്ട് വർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്? ആർട്ട് വർക്ക് സാറിന്റെ ഈ 1-to-1 മീറ്റിംഗ് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കൊരു ഇനിയും വരയ്ക്കണം എന്ന് തോന്നുന്ന തരത്തിലോട്ടാണ്. അതുകൊണ്ട് ഇനി എന്തായാലും നെക്സ്റ്റ് അങ്ങനെ ഒരു ഡേ ഒന്നുമില്ല, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് ടൈം കിട്ടിയാൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ വെച്ചേക്കുന്ന കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഈ വർക്കിൽ എനിക്ക് 2ാമത്തെ മാസ്റ്റർ പീസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതും സ്റ്റാർട്ട് ചെയ്യും. 2ാമത്തെ മാസ്റ്റർ പീസ് എന്താ ടോപ്പിക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനസ്സിലുള്ള? എന്തായാലും ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ അനിമൽ. ഇപ്പൊ ഒരു അനിമലിനെ വരച്ചു, നല്ലതാ. ഇപ്പൊ നമ്മളൊരു അനിമലിന് വരച്ചു, ഇനി ഒരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കുക. ആ ലാൻഡ്സ്കേപ്പ് തീരുമ്പോഴേക്കും ആ പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തേർഡായിട്ട് പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. യെസ്, വേറെന്താ? മാമിൻ്റെ പോലെ നമ്മുടെ ക്ലാസ് ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ഒരു ഇത്രയും ജേണി നോക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഫസ്റ്റ് സാറിന്റെ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടാൽ പോരാ, അത് കേട്ടാൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്താതിരിക്കുക. റെക്കോർഡ് ക്ലാസ് നമ്മൾ ഇടവിട്ട് കേട്ടാലും പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്താതിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് സാറ് ഡ്രോയിങ് മാസ്റ്ററി മരത്തും തന്നെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ എങ്കിൽ കൂടി അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങളുടെ ലെവലിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ പോകും. 100% ഷുവറാണ്. അതിന് തെളിവാണ് ഞാൻ. കാരണം ഞാൻ 5 വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് എടുത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്ത ആ മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഞാൻ ഡ്രോയിങ് മാസ്റ്ററി മാരത്തോൺ അറ്റൻഡ് ചെയ്തതാണ്. ആ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. യെസ്, താങ്ക് യു. വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇപ്പം എന്തായാലും കണ്ടിന്യൂ ചെയ്യുക, പ്ലാൻ പോലെ തന്നെ ആർട്ട് വർക്കുകൾ മുന്നോട്ട് പോവുക. ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓർഡേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. യെസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.